ഉദാഹരണമായിട്ട് പത്രോസിന്റെ നിഴൽ വീണാൽ രോഗികൾ സുഖം പ്രാപിച്ചിരുന്നു. തോമസ് ലീഹായും കേരളത്തിൽ വന്നപ്പോൾ വളരെയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ അന്തോണീസ് പുണ്യാളന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ഞാൻ ഒരു അല്പം പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹം 1195 അതായത് 12ാം നൂറ്റാണ്ടില് പോർച്ചുഗലിലെ ലിസ്ബണില് അദ്ദേഹം ജനിച്ചു. അദ്ദേഹം മെയ് മാസം 13-ാം തീയതി 1231 36-ാമത്തെ വയസ്സില് അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറയുക, അദ്ദേഹം ജനിച്ചു കഴിഞ്ഞ് ഭക്തിയായ അദ്ദേഹത്തിന്റെ അമ്മ മാതാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ആ ശിശുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഇട്ടിരുന്ന പേര് ആന്റണി എന്നായിരുന്നില്ല, ഫെർണാണ്ടോ എന്നായിരുന്നു അവന്റെ പേര്. ആ ചെറുപ്പത്തില് അവന് അത്താഴ ശുശ്രൂഷയില് വളരെയേറെ തൽപരനായിരുന്നു. ദേവാലയത്തിൽ വന്ന് അവന് കുർബാനയ്ക്ക് കൂടുകയും അൽത്താരയിലെ അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ കൂട്ടുകാരോട് കളിക്കാത്തത് എന്ന് പറഞ്ഞ് അവന്റെ പിതാവ് ഒന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം. അന്ന് ദരിദ്രരായ ഹോംലെസ് ആയ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ, ഭിക്ഷക്കാരായ ആളുകൾ വരുമ്പോൾ സാധാരണ എല്ലാവരും അത് അവരെ കാണുമ്പോൾ ഒരു വെറുപ്പാണ്. എന്നാൽ ഫെർണാണ്ടോയെ സംബന്ധിച്ചിടത്തോളം അവന് അമ്മയുടെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, എനിക്ക് കുറച്ച് ബ്രെഡ് വേണം. അപ്പൊ അമ്മ ഉണ്ടായിരുന്ന ബ്രെഡ് എടുത്തു കൊടുത്തു. അപ്പൊ അമ്മയോട് പറഞ്ഞു, അല്ല ഇത് പോരാ, കുറച്ചുകൂടെ ബ്രെഡ് വേണം, കൂടുതൽ ആളുകളുണ്ട്. അങ്ങനെ അമ്മയുടെ കൂടെ സഹകരണത്തോടു കൂടി അവന് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഒരു വലിയ സന്തോഷം അവന് അതിൽ കണ്ടെത്തുകയുണ്ടായി. നമുക്കറിയാം, 2 ആഴ്ച മുമ്പ് നമ്മുടെ പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണം നടത്തിയപ്പോൾ കരുണയുടെ വർഷം പ്രമാണിച്ച് നമ്മുടെ മതാധ്യാപകർ താല്പര്യമെടുത്ത് കുട്ടികളെ കൊണ്ട് ചാരിറ്റി വർക്കിന് വേണ്ടി അവരുടേതായിട്ടുള്ള ചെറിയ സംഭാവനകൾ അവരുടെ പിഗ്ഗി ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് $200 നമ്മുടെ പള്ളിയിൽ ഏൽപ്പിക്കുകയുണ്ടായി. അതൊരു നല്ല പരിശീലനത്തിന്റെ ഭാഗമാണ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അതായത് അതിലൊരു കുട്ടിയും മാതാവും കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കവർ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ഇവന് കിട്ടിയ സമ്മാനത്തിന്റെ 10% അത് ആ ചാരിറ്റി ഫണ്ടിലേക്ക് ഇന്ത്യയിലെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. ഞാൻ എണ്ണി നോക്കിയപ്പോൾ $90 ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കാരണം ഇത്രയേറെ നല്ലൊരു പരിശീലനം ഒരു മാതാപിതാക്കള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതിനുശേഷം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പയ്യനോട് ചോദിച്ചു, മോനെ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഗിവിംഗ് സോ മച്ച് മണി ഫ്രം യുവർ പേഴ്സണൽ ഗിഫ്റ്റ് ദാറ്റ് യു റിസീവ്? അപ്പോൾ അവൻ പറഞ്ഞു, ഐ ഫീൽ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. സമ്മാനം കിട്ടുന്നതിനേക്കാൾ ഉപരി, ധനം സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി ആ ധനം പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നതിൽ നമുക്ക് കൂടുതൽ ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു പരിശീലനം ഞാനും ഓർക്കുകയാണ്. ഞാൻ കുറിച്ചായിരുന്നപ്പോൾ അമ്മ വീട്ടില് ഞാൻ പോകും. അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ വലിയപ്പൻ കുറച്ച് പൈസയൊക്കെ തന്ന് സമ്മാനം തരും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ രീതി അതാണ്. അപ്പൊ അങ്ങനെ അമ്മയുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും പൈസയുണ്ട്, മുട്ടായി മേടിക്കണോ, പന്ത് മേടിക്കണോ, ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, ഞാൻ ഇതുകൊണ്ട് മുട്ടായി മേടിച്ചോട്ടെ അല്ലെങ്കിൽ പന്ത് മേടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ അതല്ല, എൻ്റെ അമ്മയും അതുപോലെ തന്നെ നിന്റെ അച്ഛൻ്റെ അമ്മയും ഉണ്ട്, വല്യമ്മമാർ 2 പേരും മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് നീ പള്ളിയിൽ കൊണ്ടുപോയി ആ പൈസ കൊടുത്ത് ആ 2 പേർക്കും വേണ്ടി ഒരു ഒപ്പീസ് ചെയ്യിക്കണം, അതിനുള്ള പൈസയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ പിറ്റേ ദിവസം കൊണ്ടുപോയി ആ പൈസ കൊടുത്ത് അച്ഛനെ കൊണ്ട് 2 ഒപ്പീസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർത്തിരിക്കുന്നതിന് കാരണം അത് മുട്ടായി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു പന്ത് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെ വേണം നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കാൻ. ആ രീതിയിലാണ് നമ്മളെ കുഞ്ഞുങ്ങളിലുള്ള ആധ്യാത്മികത വളർത്തുവാനായിട്ട്. പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല, ദൈവം കരുണയും കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഇനി അന്തോണീസ് പുണ്യാളന്റെ ജീവിതത്തിൽ ആദ്യം പ്രവർത്തിച്ച അത്ഭുതമായിട്ട് പറയുക, അദ്ദേഹം കൊച്ചായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, അവരുടെ കൃഷി സ്ഥലത്ത് ഈ പറവകൾ വന്ന് എല്ലാ ധാന്യങ്ങളും തിന്നുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മടി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ പറവകളെല്ലാം ആട്ടി ഓടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കണം. കുറെ കഴിഞ്ഞ് അന്തോണീസ് പുണ്യാളന്റെ ഫാദർ തിരിച്ചു വന്ന് ഇവനത് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ നോക്കി വന്നപ്പോൾ അന്തോണീസിനെ അവിടെ കാണുന്നില്ല, അല്ലെങ്കിൽ ഫെർണാണ്ടോയെ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആൾക്കാരോട് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്ന് പള്ളിയിൽ ചെന്ന് അവനെ വിളിച്ചോണ്ട് വന്നിട്ട് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ഫെർണാണ്ടോ പറഞ്ഞു, ഞാനൊരു കാര്യം കാണിച്ചത് എന്നോട് വരാൻ പറഞ്ഞു. വീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ആ മുറിക്കകത്ത് പക്ഷികളെ മുഴുവൻ കൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഫെർണാണ്ടോ ചെയ്തത്
അവന് പാടത്ത് പോയി നിൽക്കുമ്പോൾ പള്ളിയിൽ മണിയടിക്കുന്നത് കേട്ടു. അവന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവനെ വീട്ടിലെ ജനാല തുറന്നിട്ടിട്ട് പക്ഷികളോടെല്ലാം വരാൻ പറഞ്ഞ് വിളിച്ചു. ആ പക്ഷികളെല്ലാം മുറിക്കാതെ കയറി അവൻ ജനൽ അടച്ചിട്ടിട്ട് അവൻ പ്രാർത്ഥിക്കാൻ പോയി. ഇതായിരുന്നു അദ്ദേഹത്തെ പറ്റി പറയുന്ന ആദ്യത്തെ അത്ഭുതം, ബാലനായിരുന്നപ്പോൾ. രണ്ടാമത് ബാലനായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തതായി മറ്റൊരു അത്ഭുതം പറയുന്നത്, അദ്ദേഹം ഒരു വഴിയെ നടന്നു പോകുമ്പോൾ ഏതാനും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ കുട്ടികൾ അവിടെ വെള്ളം കോരാൻ വന്ന ഒരു സ്ത്രീയുടെ, പാവപ്പെട്ട സ്ത്രീയുടെ ഒരു മൺകുടം പൊട്ടിച്ചു. അപ്പൊ ആ സ്ത്രീ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പൊട്ടി കഷ്ണങ്ങളായി പോയ ആ മൺകുടം അത് പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നു. 15-ാമത്തെ വയസ്സിൽ അവന് അച്ഛനാകാനായിട്ട് അല്ലെങ്കിൽ സന്യാസിയാകാനായിട്ട് താല്പര്യമുണ്ടായി. അഗസ്റ്റീനിയൻ സഭയിൽ ഫെർണാണ്ടോ ചെന്ന് ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെമിനാരിയിൽ ഏതാണ്ട് 9 വർഷം പഠിക്കുകയാണ്. അപ്പോൾ ബൈബിൾ പഠിക്കാനായിട്ട് കൂടുതൽ താല്പര്യമെടുത്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെ സങ്കീർത്തന പുസ്തകം സെമിനാരിയിൽ നിന്ന് പഠനം നിർത്തി താല്പര്യമില്ലാതെ പോയ ഒരു ആള് അവന്റെ സങ്കീർത്തന പുസ്തകം അടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ബൈബിൾ സുലഭമല്ല, കയ്യെഴുത്ത് പ്രതികളാണ് കൂടുതലും. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം വിലപ്പെട്ടതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച്. അദ്ദേഹം ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം കാണാതെ പോയ പുസ്തകം ഈ മോഷ്ടിച്ചോണ്ട് പോയവൻ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അതുകൊണ്ടാണ് കാണാതെ പോയ സാധനങ്ങൾക്ക് വേണ്ടി, നമ്മൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ വീണ്ടെടുക്കുവാൻ വേണ്ടി അദോനിസിന്റെ മധ്യസ്ഥത അപേക്ഷിക്കുന്ന ഒരു പ്രാക്ടീസ് വന്നത്. എന്നാൽ ആധ്യാത്മിക പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് നമ്മൾ അദോനിസിനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ കാണാതെ പോയ മാല കണ്ടുകിട്ടാനും വള കണ്ടുകിട്ടാനും അല്ല, അതിനേക്കാൾ ഉപരി നമ്മളുടെ നഷ്ടപ്പെട്ടു പോകുന്ന, പ്രത്യേകിച്ച് നമ്മുടെ വളരുന്ന തലമുറയുടെ നഷ്ടപ്പെടുന്ന വിശ്വാസം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം അഗസ്റ്റീനിയൻ സന്യാസിയായി ജീവിക്കുന്ന കാലത്ത് അന്ന് മൊറോക്കോയില്, അതായത് നോർത്ത് ആഫ്രിക്കയില് മിഷൻ പ്രവർത്തനത്തിന് പോയിരുന്ന ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യന്മാരായ 5 സന്യാസിമാരെ അവിടുത്തെ സുൽത്താൻ കൊന്നുകളഞ്ഞു. അതിനുശേഷം അവരുടെ ആ 5 പേരുടെയും 5 രക്തസാക്ഷികളുടെയും മൃതശരീരം അല്ലെങ്കിൽ അവരുടെ തിരിശേഷിപ്പുകൾ വളരെ ആദരവോടുകൂടിയാണ് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ആനയിച്ചത്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പ്രചോദനം തോന്നി, എനിക്കും മൊറോക്കോയിൽ പോകണം, എനിക്കും സുവിശേഷം പ്രസംഗിക്കണം, സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാകണം. ആ ആഗ്രഹത്തോടുകൂടി അദ്ദേഹം ശ്രമിച്ചപ്പോൾ അഗസ്റ്റീനിയൻ സഭയിൽ നിന്നുകൊണ്ട് അത് സാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം അഗസ്റ്റീനിയൻ സഭയിൽ നിന്നും അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ ഫ്രാൻസിസ്കൻ സഭയിൽ അംഗമായി ചേർന്നു. അങ്ങനെ ചേരുവാൻ ചെന്ന പള്ളിയിലെ വിശുദ്ധന്റെ പേര് വിശുദ്ധ അന്തോണീസ് എന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നപ്പോൾ സെയിന്റ് ആന്റണി എന്നുള്ള പേര് തനിക്കും വേണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫെർണാണ്ടോ എന്ന പേര് മാറ്റിയിട്ട് ആന്റണി എന്ന പേര് സ്വീകരിച്ചു. സന്യാസികളാകുമ്പോൾ അതിന്റെ പേര് മാറ്റാറുണ്ട്. അങ്ങനെയാണ് സെയിന്റ് ഫെർണാണ്ടോയുടെ പേര് ആന്റണി എന്നായിട്ട് മാറിയത്. അതിനുശേഷം ഫ്രാൻസിസ്കൻ സഭക്കാര് അദ്ദേഹത്തിന് മൊറോക്കോയിൽ പോയി സുവിശേഷം പ്രസംഗിക്കാൻ അനുവാദം കൊടുത്തു. അദ്ദേഹം മൊറോക്കോയിലേക്ക് പോയി. പക്ഷേ ദൈവഹിതം മറിച്ചായിരുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിക്കായി പോയി. അതുകൊണ്ട് അവിടെ ഒരു തരത്തിലും കണ്ടിന്യൂ ചെയ്യാൻ വരാതെ വന്നപ്പോൾ കപ്പൽ കയറി തിരിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ലിസ്ബണിലേക്ക് കപ്പൽ കയറിയപ്പോൾ കടൽക്ഷോഭം ഉണ്ടായി. ആ കടൽക്ഷോഭത്തിന് കപ്പൽ ഒരു തരത്തിലും പോർച്ചുഗലിലേക്ക് പോവുകയില്ല, ലിസ്ബണിലേക്ക് പോവുകയില്ല, മറിച്ച് അത് സിസിലിയിൽ ചെന്നാണ് അടുത്തത്. ഇറ്റലിയുടെ ദ്വീപായ സിസിലിയിൽ അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പരിചരിച്ച് സുഖപ്പെടുത്തി അവിടെയുള്ള ഒരു സന്യാസാശ്രമത്തിലാക്കി. അവിടെ നിന്ന് അദ്ദേഹം അസീസിയിലെ ഫ്രാൻസിസ്കൻ സഭയുടെ ജനറൽ ചാപ്പലിൽ പങ്കെടുക്കാൻ പോയി. അവിടെ നിന്ന് അദ്ദേഹത്തിന് അവിടെ അടുത്തുള്ള ഒരു സന്യാസ ഭവനത്തിലാണ് അദ്ദേഹം പിന്നെ ജീവിക്കുക. അവിടെ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ജോലികൾ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി. അദ്ദേഹത്തിന് ഒരു വിഭാഗത്തിന്റെ സുപ്പീരിയറായിട്ട് മാറി. അതിനിടയ്ക്ക് നടന്ന മറ്റൊരു പ്രധാന സംഭവം, അദ്ദേഹം ഒരു പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പോയി. ഡൊമിനിക്കൻ സന്യാസിമാരും ഫ്രാൻസിസ്കൻ സന്യാസിമാരും പങ്കെടുക്കുന്ന ഒരു പട്ടം കൊടുക്കൽ ശുശ്രൂഷ. അനവധി ആളുകൾ, പുരോഹിതന്മാരും മെത്രാന്മാരെല്ലാം പങ്കെടുക്കുകയാണ്. അവിടെ ഒരു ഡൊമിനിക്കൻ അച്ഛനെ പ്രസംഗിക്കാൻ ഏൽപ്പിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വരുന്നെത്താൻ പറ്റിയില്ല. അപ്പൊ ആര് പ്രസംഗിക്കും? ഒട്ടും ഒരുങ്ങാതെ ഇത്രയും അച്ഛന്മാരും മെത്രാന്മാരും എല്ലാം ഉള്ള ഇത്രയും ജനവിഭാഗങ്ങളുള്ള ഒരിടത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രസംഗിക്കാനായിട്ട് എല്ലാവരും മടിച്ചു. അപ്പൊ സുപ്പീരിയേഴ്സ് ആന്റണിയെ നിർബന്ധിച്ചു, നീ ഈ വചന പ്രഘോഷണം നടത്തണം. മനസ്സിലാമനസ്സോടെയാണെങ്കിലും അദ്ദേഹം വചനവേദിയിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ വലിയ ഒരു പ്രചോദനത്തില് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമാറ്
അദ്ദേഹം ദൈവനിവേശിതമായിട്ടുള്ള പ്രസംഗം നടത്തി. ആ പ്രസംഗം വളരെയേറെ പ്രസിദ്ധമായി തീർന്നു. അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് പറയുക. ഇനി അദ്ദേഹം ഫ്രാൻസിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ ഒരു പ്രദേശത്ത് ആളുകൾ വചനം കേൾക്കാൻ വന്നപ്പോൾ അവിടുത്തെ അധികാരികൾ വന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞു ഇവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആളുകളാണ് വിശ്വാസം ഇല്ലാത്തവരും. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിന് തടസ്സം നിന്നപ്പോൾ അവിടെ ആരും തെക്കേറിയാതെ കിടന്ന പഴയ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ കയറി അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിന് പറഞ്ഞു, നിന്റെ കൂടെ ഞാനുണ്ട്, നീ ധൈര്യമായി പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അന്തോനീസ് പിന്നെ അവിടെ അടുത്തുള്ള ഒരു പുഴയിൽ പോയിട്ട് ആ പുഴയുടെ തീരത്തിൽ നിന്ന് അവിടെയുള്ള മത്സ്യങ്ങളോടായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ സാധാരണ രീതിയിൽ മത്സ്യത്തിന് പൊങ്ങാവുന്നതിനേക്കാൾ ഉയരത്തില് മത്സ്യങ്ങൾ വെള്ളത്തിന് മുകളില് ഉയർന്നു നിന്ന് ആദരവോടുകൂടി ആ പ്രസംഗങ്ങൾ കേൾക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളെല്ലാം കൂടെ വന്ന് ഇത് അറിഞ്ഞ ആളുകളെല്ലാം ഓടിക്കൂടി. ഈ ആളുകളെല്ലാം ഈ മത്സ്യങ്ങളെല്ലാം വചനം പ്രസംഗിക്കുന്നു, മത്സ്യത്തോട് ദൈവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഈ അദ്ദേഹത്തെ ആട്ടി ഓടിച്ച ഭരണാധികാരികൾ ഉൾപ്പെടെ വന്ന് അദ്ദേഹത്തോട് ക്ഷമയാചിക്കുകയും അവര് മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിനെ പറ്റി പറയുന്ന മറ്റൊരു കാര്യം. ഇനി വേറൊരു അത്ഭുതമായിട്ട് പറയുക, ഏതാനും പട്ടാളക്കാര് ഈ സെന്റ് ആന്റണി അന്തോനീസിനെ പരിഹസിച്ചു. ഈ വിശുദ്ധ കുർബാന എന്നൊക്കെ പറയുന്നത് വെറും അപ്പമാണ്, അതിനകത്തൊന്നും കർത്താവിന്റെ സാന്നിധ്യമൊന്നുമില്ല, നിങ്ങൾ ചുമ്മാ ആളുകളെ വഴിതെറ്റിക്കുകയാണ്. അപ്പോഴ് അന്തോനീസ് പുണ്യാളൻ പറഞ്ഞു അതല്ല, അങ്ങനെയാണ് തെളിയിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരൊരു സജഷൻ പറഞ്ഞു, ഞങ്ങളുടെ കോവർ കഴുതിയുണ്ട്, അതിന് ഞങ്ങള് ആഹാരം കൊടുക്കാതെ വെച്ചോണ്ടിരിക്കും. അതിനുശേഷം ഈ പരിശുദ്ധ കുർബാന കൊണ്ടുവരിക, അപ്പം ഈ കോവർ കഴുതി എങ്ങനെ പെരുമാറുന്ന അറിയാമല്ലോ. അപ്പൊ അങ്ങനെ വന്ന് അദ്ദേഹം പബ്ലിഷ്ഡായി 3 ദിവസം കോവർ കഴുതിയ പട്ടിണി കിട്ടു. അതിനുശേഷം അന്തോനീസ് പള്ളി കുർബാന ചൊല്ലി. അതിനുശേഷം അള്ളിക്കായൽ കുർബാനയും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി. ആളുകളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നു, പട്ടാളക്കാരുണ്ട്. ഈ കോവർ കഴുത 3 ദിവസമായിട്ട് ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോഴ് പരിശുദ്ധ കുർബാന പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓട്സ് കൊണ്ടുവന്ന് ഈ കഴുതയ്ക്ക് ഇഷ്ടമുള്ള നല്ല ആഹാരം കൊണ്ടുവന്നിട്ട് അതിന് മുൻപിൽ ഭക്ഷിക്കുവാൻ കൊടുത്തു. അപ്പോഴ് അന്തോനീസ് കഴുതയോട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പരിശുദ്ധ കുർബാനയുണ്ട്, നീ ഇതിനെ ആദരിക്കാൻ പറഞ്ഞു. അപ്പോഴ് ആ കഴുത മുട്ടുകൾ മടക്കി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധിച്ചു. ആ അവസരത്തില് അവിടെ ഉണ്ടായിരുന്ന ഈ പട്ടാളക്കാർ ഉൾപ്പെടെ അനവധി ആളുകൾ മാനസാന്തരപ്പെട്ട് എന്നുള്ളതാണ് മറ്റൊരു കഥ. ഇനി വേറൊന്ന്, ഒരു മനുഷ്യന്, വിവാഹിതനായ ഒരു മനുഷ്യന് അയാളുടെ ഭാര്യ ഭയങ്കര സംശയം. അപ്പൊ അവർക്കൊരു കുട്ടി ഉണ്ടായത് അവന്റെ കളറല്ല. അപ്പൊ അതുകൊണ്ട് ഇവൻ പറഞ്ഞു, നീ വേറെ ഏത് പുരുഷനുമായി ബന്ധപ്പെട്ടുണ്ടായ കുട്ടിയാണ്. അപ്പം ഈ കുട്ടിയുടെ മാമോദീസായിക്ക് കുടുംബാംഗങ്ങളുടെ പ്രദർശനമായിട്ട് വീട്ടിൽ പള്ളിയിലേക്ക് പോവുകയാണ്. ഈ അവസരത്തിൽ അന്തോനീസ് അതിലെ വന്നു. അപ്പോഴ് അന്തോനീസിന് കാര്യം മനസ്സിലായി. അപ്പം ജനിച്ച് ഏതാനും ദിവസം മാത്രമായുള്ള ആ ശിശുവിനോട് അന്തോനീസ് പറഞ്ഞു, നിന്റെ പിതാവ് ആരാണെന്ന് നീ പറയുക. ഉടനെ സംസാരശേഷിയില്ലാത്ത ആ കുഞ്ഞു പൈതല് ഉടനെ പറഞ്ഞു, അവന്റെ സ്വന്തം പിതാവിനെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ പിതാവ്. അതോടുകൂടി അയാൾ തന്നെ കുറ്റം ഏറ്റു പറയുകയും പിന്നെ അവര് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇനി വേറെ അത്ഭുതമുണ്ട്. അതായത് ഒരിക്കലും അന്തോനീസ് ഒരു പള്ളി പണിയാൻ പോവുക. പള്ളി പണിയാനുള്ള കുറെ കല്ലുകൾ വേണം. ഒരു ക്വാറിയിൽ ചെന്ന ഒരാളോട് കല്ല് സംഭാവന ചോദിച്ചു. അയാൾ പറഞ്ഞ കല്ലൊക്കെ തരാം, പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് എത്തിക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതിലെ പോയ ഒരു കാളവണ്ടിക്കാരനെ കണ്ടിട്ട് അന്തോനീസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എനിക്ക് ഈ കല്ലുകൾ പള്ളിയിൽ ഒന്ന് എത്തിക്കാനായിട്ട് സഹായിക്കാവോ? അപ്പൊ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ മകൻ ആ കാളവണ്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവന് ഞാൻ അവിടുത്തെ കേട്ടെങ്കിലും പറഞ്ഞ കള്ളവർക്കം നടിച്ച് കിടക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഞാനിപ്പോ ഒരു മരിച്ച ആളിനെ കൊണ്ട് പോവുക, അതിനിടയ്ക്ക് എനിക്ക് ഇതിനൊന്നും നേരെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അന്തോനീസ് വഴിവിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് വേറെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ വണ്ടിയെന്ന് മകന് അവിടെ ഇറങ്ങാൻ പറഞ്ഞപ്പോ ആ മകൻ മരിച്ചിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് ഭാഗത്തോടെ അത്ഭുതമായി, അതോടൊപ്പം തന്നെ വിഷമമായി. അവിടെ ഓടിച്ചെന്ന് അന്തോനീസിനോട് പറഞ്ഞു, എന്റെ മകൻ മരിച്ചുപോയി, രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്തോനീസ് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് അവന് പുനർജീവൻ പ്രാപിച്ചു. ഇനി ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമുണ്ട്. അതായത് ഒരു ധനികനും പിശുക്കനുമായ ഒരു മനുഷ്യൻ മരിച്ചു. അപ്പോൾ ധാരാളം ധനികരും പിശുക്കരുമായ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം മരിച്ചടക്കിന് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രസിദ്ധനായ ധ്യാനഗുരുവായിരിക്കുന്ന പ്രഭാഷകനായ അന്തോനീസിനെ വിളിച്ചു ഇയാൾക്ക് വേണ്ടി ഒരു പ്രസംഗം നടത്താനായിട്ട്. അന്തോനീസ് വന്ന് പ്രസംഗിച്ചപ്പോൾ ഇന്നത്തെ സുവിശേഷം അവസാന ഭാഗം വായിച്ചു കേട്ടതായ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അന്തോനീസ് പറഞ്ഞു, നിന്റെ ഹൃദയം, നിന്റെ സമ്പത്ത് എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഹൃദയം ഇയാളുടെ ശരീരത്തിലല്ല, മറിച്ച് ഇയാളുടെ സമ്പത്ത് എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും. അവിടെയുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം രോഷാകുലരായി.
അത് അയാളെ മാത്രമല്ല ആ ധനികരെ മുഴുവൻ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അന്തോനീസ് വെല്ലുവിളിച്ചു, നിങ്ങൾ പോയി ഇയാളുടെ ട്രഷർ എവിടെ ഇരിക്കുന്ന അവിടെ പോയി നോക്കാൻ പറഞ്ഞു. ഉടനെ അവരത് ചലഞ്ചായിട്ട് എടുത്ത് അവർ പോയി അയാളുടെ പണമെല്ലാം കൂട്ടിവെച്ചിരിക്കുന്ന അലമാര തുറന്നു നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം. ഉടനെ തന്നെ ഇവർ ഡോക്ടറെ വിളിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ മൃതശരീരം ഓപ്പറേറ്റ് ചെയ്ത് ഹൃദയം ഉണ്ടോ എന്ന് നോക്കി. അവിടെ ഹൃദയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ധാരാളം ആളുകൾ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാനസാന്തരത്തിലേക്ക് വന്നു. വീണ്ടും ഭാവിയായ ഒരു മനുഷ്യര് ഈ അന്തോനീസ് പുണ്യാളന്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ അയാളുടെ പശ്ചാത്താപം കൊണ്ടും അയാളുടെ വിഷമം കൊണ്ടും അയാൾ ഒരു പാപവും പറയാൻ പറ്റുന്നില്ല. അപ്പൊ അന്തോനീസ് പറഞ്ഞൊരു കാര്യം, കടലാസിലോട് നിന്റെ പാപമെല്ലാം എഴുതാൻ പറഞ്ഞു. വളരെ വിശദമായിട്ട് അയാൾ പാപം എല്ലാം ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അന്തോനീസ് പുണ്യാളനാക്കി കൊടുത്തു. അന്തോനീസ് പുണ്യാളൻ അയാളുടെ പാപം മോചിച്ചിട്ട് ആ പേപ്പർ കൊടുത്തപ്പോൾ ആ പേപ്പർ ക്ലീൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നിന്റെ പാപം മുഴുവൻ കഴുകി കളഞ്ഞിരിക്കുന്നു എന്ന് അർത്ഥം. ഒരു ദിവസം അന്തോനീസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അന്തോനീസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രതിയോഗികളായ ഏതാനും ആളുകൾ അദ്ദേഹത്തെ ഒരു ലഞ്ചിന് ക്ഷണിച്ചു. അങ്ങനെ വിരുന്ന് ക്ഷണിച്ച് വിരുന്ന് കൊടുത്തോണ്ടിരുന്നപ്പോൾ മനഃപൂർവ്വം അവര് വിഷം കലർന്ന ആഹാരം അന്തോനീസ് പുണ്യാൾ കൊടുത്തു. അപ്പോൾ ദൈവികമായ വെളിപാടുണ്ടായി അന്തോനീസിന് ഇത് വിഷമാണ്. അവിടെ അന്തോനീസ് അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് വിഷമാണ്. അപ്പോൾ അവർക്ക് അത്ഭുതമായി. അപ്പോൾ അന്തോനീസ് പുണ്യാൾ പറഞ്ഞു, കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ബാധിക്കുകയില്ല. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അന്തോനീസ് പറഞ്ഞു, അതുകൊണ്ട് കർത്താവിന്റെ ആ വാക്യം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഈ വിഷാംശമുള്ള ആഹാരം ഞാൻ കഴിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ വിഷം കലർന്ന ആഹാരം കഴിച്ചു. അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വിഷം കൊടുത്തവരും മാനസാന്തരപ്പെട്ടു. ഇതെല്ലാം മാനസാന്തരത്തിന്റെ കഥകളാണ് ഈ അത്ഭുതങ്ങളിലൂടെ നടക്കുക. വീണ്ടും വേറൊന്ന് ബൈലൊക്കേഷനെ കുറിച്ചാണ്. അതായത് അന്തോനീസ് പുണ്യാൾ പ്രാവശ്യം ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന്റെ പിതാവിനെ ഒരു കോടതിയിൽ വിചാരണ ചെയ്യുകയാണ്. പിതാവിനെ വിചാരണ ചെയ്യുന്നതാണ് ഏതാനും നൈറ്റ്സ് അല്ലെങ്കിൽ പടയാളികൾ ഒരാളെ കൊന്നിട്ട് അയാളുടെ മൃതശരീരം കൊണ്ടുവന്ന് ഈ അന്തോനീസിന്റെ പിതാവിന്റെ പറമ്പിൽ കൊണ്ടുപോയിട്ടു. അപ്പൊ അതുകൊണ്ട് സംശയിച്ചത് അന്തോനീസിന്റെ പിതാവിനെയാണ്. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. അദ്ദേഹത്തിന്റെ പിതാവ് നിരപരാധിത്വം പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് എതിരായിട്ട് ശിക്ഷാവിധി ഉണ്ടാകുന്നത് കണ്ടപ്പോൾ ആ പ്രസംഗിച്ചോണ്ടിരുന്ന അന്തോനീസ് പെട്ടെന്ന് അവിടെ നിന്നു. അദ്ദേഹത്തിന്റെ ശരീരം അവിടെയുണ്ട്, എന്നാൽ അദ്ദേഹം പ്രസംഗിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹം വീണ്ടും അതേ സമയത്ത് തന്നെ കോടതിയിൽ പ്രത്യക്ഷപ്പെട്ടു. കോടതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തന്റെ പിതാവിന് വേണ്ടി അദ്ദേഹം വാദിച്ചു. പക്ഷേ കോടതി സമ്മതിച്ചില്ല. ഉടനെ അന്തോനീസ് ഈ മരിച്ചുപോയ ആളിനെ ശവകുടീരത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നു, കോടതിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ആ മരിച്ചു വന്ന ആള് പറഞ്ഞു, ഞാൻ ഇത് ഈ അന്തോനീസിന്റെ പിതാവല്ല കൊന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ കൊന്നത് ആരാണെന്ന് ജഡ്ജി ചോദിച്ചു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന വേറെ ആളുകളെ അവൻ കാണിച്ചു കൊടുത്തു. അതാണ് അന്തോനീസിനെ പറ്റി പറയുന്ന വേറൊരു അത്ഭുതം. ഇനി വീണ്ടും വേറൊരു പ്രാവശ്യം അദ്ദേഹം അന്തോനീസ് പുണ്യാൾ ഒരു ഗായക സംഘത്തിന് കുർബാനയ്ക്കിടയിൽ അലേലിയ പാടാനായിട്ട് ഏറ്റിരുന്നു. പക്ഷെ അത് അദ്ദേഹം മറന്നുപോയി. അതിനിടയിൽ വേറൊരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്നത്, ഞാൻ മറ്റേ പള്ളിയിൽ അലേലിയ പാടാനായിട്ട് ഏറ്റിരുന്നതാണല്ലോ. അത് അവർക്ക് കപ്പൂച്ചക്കാർക്ക് ഒരു തലമുണ്ടുണ്ട്. ആ തലമുണ്ട് എടുത്ത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കേട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ഇരുന്നു. അദ്ദേഹം അതേ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ അലേലിയ ഗാനം പാടി. ഞാനങ്ങനെ ഉറങ്ങിപ്പോയാൽ അങ്ങനെയാണെന്ന് വിചാരിച്ചേക്കാം. ഒരു പ്രാവശ്യം ഓപ്പൺ എയറിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പള്ളിക്കകത്ത് ആളുകൾ കൊള്ളുകയാണ്, അതുപോലെ ആളുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വലിയ വിശാലമായ മൈതാനത്ത് നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോഴേക്കും ഭയങ്കര മഴ വരുമ്പോൾ ആളുകളെല്ലാം ഓടി പോകാൻ തുടങ്ങി. അപ്പൊ അന്നൊരു സുമയാണ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മൾ നിൽക്കുന്നിടത്ത് മഴ പെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് ആളുകൾ അവിടെ നിന്നു. അവന് ആ നിന്ന സ്പോട്ട് ഒഴികെ ബാക്കി അതിന് ചുറ്റുവശം മുഴുവനും മഴ പെയ്തുകൊണ്ടിരുന്നു. ഇനി വേറൊരിക്കൽ ഒരു കൊച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് വളരെ ഒരു പുതപ്പെടുത്ത് വായിലാക്കി അത് വിഴുങ്ങി അതിന്റെ സഫോക്കേറ്റ് ചെയ്ത് ആ കൊച്ച് ശ്വാസം മുട്ടി മരിച്ചു. അപ്പോൾ ആ കൊച്ചിനെ അദ്ദേഹം പുനർജീവിപ്പിച്ചു. ഇനി വേറൊരു ചെറുപ്പക്കാരൻ അന്തോനീസിന്റെ അടുക്കൽ വന്ന് തന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ തൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മയെ തൊഴിച്ചവന്റെ കാൽ വെട്ടിക്കളയുകയാണ് വേണ്ടത്, അത്ര ഗൗരവമായ തെറ്റാണ് നീ ചെയ്തതെന്ന് പറഞ്ഞു. ഉടനെ അവൻ പോയി, അവൻ പശ്ചാത്താപത്തോടുകൂടി അവൻ പോയി അമ്മയെ കണ്ട് അവനെ ക്ഷമ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കും, പക്ഷെ ദൈവം നിന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ഡിപ്രഷൻ കൂടി. അതുകൊണ്ട് അവൻ ഒരു കോടാലി എടുത്ത് അവന്റെ കാലം വെട്ടിക്കളഞ്ഞു.
അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്ക് വിഷമായി. അമ്മ അന്തോനീസിനെ വിളിച്ചോണ്ട് വന്നു. ഉടനെ അന്തോനീസ് പ്രയാണം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ കാല് കൂട്ടി യോജിപ്പിച്ചു. ഇനി വേറൊരിക്കല് അന്തോനീസ് പുണ്യാളന്റെ ആതിഥേയൻ അദ്ദേഹം അവിടെ ബിരുദ സർക്കാർ നടത്തുമ്പോൾ അന്തോനീസ് പുണ്യാളൻ മുറിയിൽ കയറി കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇയാളൊരു സംശയം, എന്തിനായി അന്തോനീസ് പുണ്യാളൻ ഇങ്ങനെ വരാത്തത്? അവിടെ ജനൽ ലോകത്തോട് ചെന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ അന്തോനീസ് പുണ്യാളൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഉണ്ണീശോയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പയ്യൻ. അപ്പം അതിനുശേഷം അന്തോനീശോയോട് പറഞ്ഞു, ഒരാൾ എന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അന്തോനീസ് നോക്കുമ്പോൾ അയാൾ പുറത്തേക്കൊണ്ട് അയാളോട് പറഞ്ഞു, നീ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. അതാണ് അന്തോനീസ് പുണ്യാളന്റെ രൂപത്തിലെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബൈബിൾ പണ്ഡിതനും ബൈബിൾ പഠനത്തിൽ താല്പര്യമെടുത്ത അന്തോനീസ് പുണ്യാളൻ ബൈബിൾ പഠിച്ചിരിക്കുന്നു. ആ ബൈബിള് വചനം എന്ന് പറയുന്നത് വചനം മാംസമായതാണ്. അതാണ് ഈശോ. ആ ഈശോയെ അദ്ദേഹത്തിനുണ്ടായ ദർശനമാണ് ഇവിടെ കാണിക്കുക. അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ലില്ലി പൂക്കള് അദ്ദേഹത്തിന്റെ ജീവിത നൈർമല്യത്തെ സൂചിപ്പിക്കുകയാണ്. എന്നാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞും അദ്ദേഹത്തിന്റെ ബോഡി തുറന്നു നോക്കുമ്പോൾ ബാക്കി ശരീരഭാഗങ്ങള് മാംസങ്ങളെല്ലാം അഴുകി അസ്ഥികളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നാവ് അതും മസിലിന്റെ ഭാഗമാണ്, മാംസത്തിന്റെ ഭാഗമാണെങ്കിലും അത് മാത്രം അഴുകിയിട്ടില്ല. അത് ഇന്നും അഴുകാതെ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ദൈവം അദ്ദേഹത്തിന് നൽകിയ ഒരു വലിയ അനുഗ്രഹം. മരണത്തിന്റെ സമയത്ത് തന്നെ ദേവാലയങ്ങളിലെ മണികൾ ആരും അടിക്കാതെ തന്നെ എല്ലാ ദേവാലയങ്ങളിലും മണി അടിച്ചു എന്നാണ് പറയുക ആ പ്രദേശത്തെ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം വിലപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണശേഷവും ധാരാളം അത്ഭുതങ്ങൾ നടന്നതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് ധാരാളം ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നേരം പോകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്തായാലും നമ്മൾ ഒരു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കാണാനല്ല, മറിച്ച് അന്തോനീസ് പുണ്യാളന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാര് അദ്ദേഹത്തിന് കൊടുത്ത പരിശീലനം, ദൈവത്തിലേക്കും ആത്മീയതയിലേക്കും കൊടുത്തതായ പരിശീലനം. അതിനാണ് നമ്മൾ ദേവാലയങ്ങൾ പണിയുന്നതും മതബോധ പരിശീലനം നടത്തുന്നതും ഭക്തസംഘടനകളിലൂടെ പ്രവർത്തിക്കുന്നതും. അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവകകളിലും കൊടുക്കേണ്ട ഒന്നാണ്. രണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം നിലനിർത്തുവാൻ വേണ്ടിയിട്ട്, അത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി, അത് നഷ്ടപ്പെട്ടെങ്കിൽ അത് വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. മൂന്നാമത്, ബൈബിൾ പഠനത്തിൽ നമ്മൾ തൽപരരാകുക. കാരണം ബൈബിളിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുക. ഏറ്റവും അവസാനമായിട്ട് അന്തോനീസ് പുണ്യാളന് അത്ഭുതപരമുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പല വിശുദ്ധരായ ആളുകളും ഉണ്ടായിരുന്നു. അവരെക്കാളെല്ലാം ഉപരിയായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ഒരു വരം അന്തോനീസ് പുണ്യാളന് ദൈവം കൊടുത്തു. അത് അദ്ദേഹം ഉപയോഗിച്ചത് മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ പല ഉദാഹരണങ്ങളിലൂടെ നിങ്ങളോട് വ്യക്തമാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചും കർത്താവ് ആവശ്യപ്പെടുന്നത്, ഒരുപക്ഷെ നമ്മൾ അന്തോനീസ് പുണ്യാളനെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഓരോ ക്രൈസ്തവനും അത്ഭുത മനുഷ്യനാകണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുക. എങ്ങനെയാണ് അത്ഭുത മനുഷ്യനാകുന്നത്? സാധാരണ മനുഷ്യനേക്കാളും വ്യത്യസ്തമായി നാം പെരുമാറുമ്പോൾ നമ്മൾ അത്ഭുത മനുഷ്യരായി മാറുകയാണ്. എല്ലാ മനുഷ്യരും സമ്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൗതിക സുഖങ്ങളിൽ തൽപരരാകുമ്പോൾ സമ്പത്തിനേക്കാൾ ഉപരിയായി സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് നന്മ കഴിയുവാനായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ അത്ഭുത മനുഷ്യനായി തീരുന്നു. ഉദാഹരണമായിട്ട് കുഷ്ഠരോഗികളിടയിൽ ഒരിക്കൽ സേവനം ചെയ്യുവാൻ പോയാൽ ഒരിക്കലും തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ പറ്റുകയില്ലെന്നും ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുകയില്ലെന്നും അറിഞ്ഞുകൊണ്ട് മൊളോക്കോത്തിയിലേക്ക് ഫാദർ ഡേവിയൻ പോയപ്പോൾ അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനായി. അല്ലെങ്കിൽ മഠത്തിലെ പ്രാർത്ഥനയും ഉപവാസവും അല്ലെങ്കിൽ മറ്റ് കൂട്ടായ്മയുമായി കഴിയണം എന്ന് എല്ലാ സിസ്റ്റേഴ്സും ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൽക്കത്തയിലെ തെരുവീതിയിലേക്ക് ഇറങ്ങി വന്ന് മരണാസന്നരായ ആളുകളും അനാഥരായ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇറങ്ങി വന്നപ്പോൾ മദർ തെരേസ ഒരു അത്ഭുത സ്ത്രീയായി മാറി. അവരെ സഹായിക്കുവാൻ ധാരാളം ആളുകൾ ഉണ്ടായി. നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് മാത്രമാണ് നിങ്ങൾ ഉപകാരം ചെയ്യുന്നത് എങ്കിൽ, നിങ്ങളെ വിരുന്നിന് ക്ഷണിക്കുന്നവർക്ക് മാത്രമാണ് നിങ്ങൾ വിളിച്ച് വിരുന്ന് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ സാധാരണ മനുഷ്യരാണ്. എന്നാൽ അങ്ങനെ അല്ലാത്തവർക്കും ശത്രുക്കളെ പോലെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ അത്ഭുത മനുഷ്യരായി മാറുകയാണ്. അതായത് അന്തോനീസിന്റെ ജീവിതത്തിലൂടെ നമ്മളും അത്ഭുത മനുഷ്യരായി മാറുവാനായിട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുധാവനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തത്തക്ക വിധത്തില് ജീവിക്കുന്ന സാക്ഷികളായി മാറുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പണം തുടങ്ങാം.